അമ്മച്ചി മിനിങ്ങാന്നല്ലേ പറഞ്ഞത് കപ്പ ഇറച്ചി തിന്നാണ്, കപ്പയും ബീഫും. അമ്മച്ചിക്ക് ചിക്കൻ അല്ല കേട്ടോ ഇഷ്ടം. ചിക്കൻ കിട്ടിയാൽ കഴിക്കൂന്നേ ഉള്ളൂ, ഇഷ്ടം ബീഫ്. അമ്മച്ചിക്ക് എന്നോട് സ്നേഹമുണ്ടോ അമ്മച്ചി? സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കുമോ? പോകൂലേ? ഓഹോ, നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാനങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചങ്ങ് കയറും, അത്രയേ ഉള്ളൂ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ തന്നെ ഒരിടത്ത് പോവുകയാണ് കേട്ടോ. ആൻസോട്ടനാണെങ്കിൽ ഇന്നൊരു ടെസ്റ്റ് ഉണ്ട്, അതിനു വേണ്ടി സ്കൂളിൽ പോയേക്കുവാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ തന്നെയാണ് ഇന്നത്തെ യാത്ര. വീട്ടിലാണെങ്കിൽ 3 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, അമ്മച്ചിയുണ്ട്, പൂച്ചയുണ്ട്, പൂച്ചയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പൂച്ചയ്ക്ക് ഉണ്ടായ കുഞ്ഞിനെ കാണാനില്ല. കഴിഞ്ഞ ദിവസം ആരാണ്ട് വേറൊരു കുഞ്ഞിനെ കൂടെ കൊണ്ടിട്ട് ഇതേ പ്രായം തന്നെയുള്ള അതിനെയും പിന്നെ ചേട്ടൻ ഇങ്ങനെ അടിച്ചു കെട്ടി. അതിൻ്റെ കൂടെ അങ്ങോട്ട് ഓരണം ഉണ്ടായിരുന്ന അങ്ങോട്ട് വണ്ടി കയറി ചത്തുപോയിരുന്നു. പക്ഷെ ആ കുഞ്ഞിനെ നമ്മുടെ പ്രാണി സ്വീകരിച്ചില്ല കേട്ടോ. കാരണം പ്രാണിക്ക് ഇച്ചിരി വെളിവും വെള്ളിയാഴ്ചയൊക്കെ വന്നു. പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ പ്രാണിക്ക് തിരിച്ചറിയാം. ആദ്യം വന്ന 2 അഡോപ്റ്റ് ചെയ്തതിനെ പ്രാണി സ്വന്തം പിള്ളേരാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം വന്നതിനെ പ്രാണിക്ക് മനസ്സിലായി അത് പ്രാണിയുടെ അല്ലെന്ന്. അതുകൊണ്ട് അതിനെ കാണുമ്പോൾ പ്രാണി ഒന്ന് ഗർജിക്കും. അതുകൊണ്ട് അതതിലെ കരഞ്ഞ് നടക്കുക. നമ്മൾ തീറ്റയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ പട്ടിക്കുഞ്ഞുങ്ങള് ഇപ്പൊ ഭയങ്കര അനുസരണയൊക്കെയാ. ചേട്ടൻ വടിയൊന്നും എടുത്ത് പേടിപ്പിച്ചപ്പോഴത്തേക്കും പട്ടിക്കുഞ്ഞുങ്ങൾ അനുസരണ പഠിച്ചു. കൂട്ടി കയറാൻ പറഞ്ഞ ഉണ്ടാണ്ട് കൂട്ടി കയറിക്കോളും. ഭയങ്കര അനുസരണയാ. അപ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സിൽ തന്നെ ആയിരിക്കുന്നത്. ചേട്ടനും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മളങ്ങനെ അകലേക്കൊന്നും അല്ല പോകുന്നതെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മച്ചിയോട് ചോദിച്ചില്ല അമ്മച്ചിക്ക് എന്താ കഴിക്കാൻ ആഗ്രഹം എന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു കപ്പ ഇറച്ചിയാന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് ചാറുകറി, വേറെ പച്ചക്കറി ചാറുകറി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വായിക്കൊരു രുചി. പ്രായമാകുമ്പോൾ വായിക്കൊന്നും രുചിയൊക്കെ ഇല്ലാണ്ട് വരുമ്പോൾ കഴിക്കാനുള്ള കാരണങ്ങളൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ ചാച്ചന് ഇപ്പം എന്നും ഓട്സും ബണ്ണും കൊടുത്ത് ചാച്ചന് മടുപ്പായപ്പം ചക്കപ്പുഴുക്ക് കണ്ടപ്പോഴത്തേക്കും ചാച്ചൻ വേഗം വാങ്ങിച്ചത് മുഴുവൻ തിന്നാൻ നോക്കി. ഇന്നലെ നമ്മൾ ചിക്കനും അതുപോലെ അപ്പം കൊണ്ട് കൊടുത്ത് ചിക്കൻ ഫ്രൈ, അതും ചാച്ചൻ കഴിച്ചു. അപ്പം പ്രായമാകുമ്പം നമുക്ക് നാവിനെ രുചി നഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ രുചി വേണ്ടേ. അപ്പം അമ്മച്ചി മിനിങ്ങാന്നല്ലേ പറഞ്ഞത് കപ്പ ഇറച്ചി തിന്നാണ്, കപ്പയും ബീഫും. അമ്മച്ചിക്ക് ചിക്കൻ അല്ല കേട്ടോ ഇഷ്ടം. ചിക്കൻ കിട്ടിയാൽ കഴിക്കൂന്നേ ഉള്ളൂ, ഇഷ്ടം ബീഫാണ്. പന്നിയിറച്ചി അമ്മച്ചി കഴിക്കില്ല. അമ്മച്ചി പന്നിയിറച്ചി കഴിക്കുന്നതാ. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ പന്നിയിറച്ചി കഴിച്ച് വയറ്റിൽ എന്തോ വിര ഉണ്ടായി. എന്നിട്ട് പിന്നെ ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് പിന്നെ അമ്മച്ചിയുടെ അമ്മ നമ്മുടെ മുതലക്കോടം പള്ളിയിലേക്ക് ഈ ഒരു നൂല് പോലെ ഒരു വിരയുടെ ആകൃതിയിൽ സ്വർണം കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അതൊക്കെ അമ്മച്ചിക്ക് ചെറുപ്പത്തിലുണ്ടായെങ്കിലും അത് കൊടുത്തതൊക്കെ എനിക്കൊക്കെ ഓർമ്മ വെച്ചാൽ പിന്നെ ഒരു മുതലക്കോടം പള്ളി പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങൾ വീട്ടിൽ വന്നെങ്കിൽ അത് കൊടുക്കാനായിട്ട് അമ്മച്ചിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എനിക്കന്ന് വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിൻ്റെ VBSൻ്റെ സമാപനമായിരുന്നു. അപ്പോൾ എനിക്ക് സമ്മാനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴിരിക്കുന്ന ഒരു കുഞ്ഞൊരു പ്ലേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബഹളം ഉണ്ടാക്കി മുതലക്കോടം പള്ളിയിൽ ഇറങ്ങാനൊന്നും നിന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയി. എനിക്ക് VBSൽ പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അമ്മച്ചിയുടെ അമ്മ അതന്ന് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അത് പിന്നെ അമ്മച്ചി പന്നിയിറച്ചി കൂക്കിയിട്ടില്ല, പേടിയാ. പിന്നെ അമ്മച്ചിക്ക് ആകെ ഇഷ്ടമുള്ളത് ബീഫാണ്. അമ്മച്ചി എല്ലാ ഇറച്ചിയും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ അങ്ങനെ വീട്ടിലങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ടാണ് എനിക്കിതിനോടൊന്നും താല്പര്യമില്ലായിരുന്നത്. പോർക്കും ആടും അതുപോലെ ഈ മട്ടനും കിട്ടണം താറാവൊന്നും ഞാൻ കഴിക്കില്ലാതെ വന്നാൽ വീട്ടിൽ അമ്മച്ചി ഉണ്ടാക്കാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ കഴിക്കാതെ വന്നു. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അമ്മച്ചി കഴിഞ്ഞ ദിവസം കപ്പയും ബീഫും കഴിക്കണം എന്ന് പറഞ്ഞപ്പം കോളേജൊക്കെയാണ്, വൈകുന്നേരം വന്നിട്ട് ഉണ്ടാക്കാനും സമയമില്ല. നമ്മൾ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ശനി ഞായറൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനൊക്കെ പറ്റുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇച്ചിരി കപ്പയൊക്കെ വാങ്ങിച്ച് ഇച്ചിരി ബീഫൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ.
കുട്ടികളൊക്കെ ചെറിയ ചെറിയ ആഗ്രഹം പറയുമ്പോൾ സാധിച്ചു കൊടുക്കണ്ടേ. നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അതെന്തോ വണ്ടി കയറി കിടക്കും അല്ല ചേട്ടാ? പൂച്ചയാന്ന് തോന്നുന്നു, നല്ലൊരു വെളുത്ത പൂച്ചയാന്ന് തോന്നുന്നു. നല്ല ഭംഗി കാണാം. പട്ടിയാണോ പൂച്ചയാണോ? കഷ്ടമായിപ്പോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. നമ്മൾ മുതലക്കോടത്തേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കുന്നത്തുനിന്നാണ് നമ്മൾ കപ്പ വാങ്ങുന്നത്. കുന്നത്ത് കപ്പയില്ലേ? കപ്പയുണ്ട്. അടുത്ത കുന്നത്ത് നല്ല കപ്പയാണ്. നമ്മൾ സ്ഥിരം അവിടെ നിന്ന് വാങ്ങാറുണ്ട്. അപ്പം നമുക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് കേട്ടോ വാങ്ങാൻ വന്നത്. ഇവിടെ ഇപ്പോൾ തീർന്നോന്നും അറിയത്തില്ല. മുതലക്കുടത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കുന്നത്തെ സ്വന്തം കടയിൽ നിന്നാണ് കേട്ടോ കപ്പ വാങ്ങിയത്. നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ നിന്ന് കപ്പ വാങ്ങിയത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ്, ഫോളോവറാണ് പയ്യൻ. ഇപ്പോൾ നമ്മൾ ഇഞ്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇറച്ചി വാങ്ങിച്ചു. 2 കിലോ ബീഫാണ് കിട്ടുള്ളൂ. ബീഫ് തീർന്നായിരുന്നു. പിന്നെ നമ്മൾ 1 കിലോ കരളോടെ വാങ്ങിയിട്ടാണ്. കരള ബീഫ് ഒന്നിച്ച് വെക്കണ്ടല്ലോ. അപ്പോൾ പണ്ടൊക്കെ പണ്ടപ്പള്ളിയിൽ നിന്നൊക്കെ ചന്തയിൽ നിന്നൊക്കെ ഇറച്ചി വാങ്ങൂലേ, അന്നേരം അവരൊരു പീസ് കരളും കൂടെ ഇടും ചേട്ടാ ബീഫിൻ്റെ കണക്കിന്. ബീഫിൻ്റെ കൂടെ 2 കിലോ ബീഫ് എന്ന് പറഞ്ഞാൽ അതിലൊരു കഷ്ണം കരളായിരിക്കും. പക്ഷെ കരളിന് തൂക്കം കൂടുതലാണ്. അത് നമുക്ക് നഷ്ടം, അവർക്ക് ലാഭമല്ല. അല്ല ചേട്ടാ, അവർക്കിത് ലാഭമല്ലായിരുന്നോ? പക്ഷെ അതിൽ കിടക്കണ കരള് തിന്നാനായിരുന്നു എനിക്കിഷ്ടം. 500ആയോ? 480 എല്ലായിടത്തും. അവിടെ ഇച്ചിരിയോടെ വില കൂടുതലാ. അവർ പശലയൊക്കെ വെട്ടിത്തരും. കരളിൽ പക്ഷെ ഒന്നും അത്ര ആയി കാണില്ല. ഒരു 2 കിലോ കിട്ടണേ 1000 രൂപ കൊടുക്കണം. 2 കോഴി ഇട്ടാ. ഇന്നലെ ഫ്രൈ തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ ഇത് ഇച്ചിരി ഉപ്പുണ്ടായിരുന്നു. ആദ്യം തന്ന പീസിൽ അത്ര ഉപ്പ് തോന്നിയില്ല. പിന്നെ തന്ന പീസിൽ ഉപ്പ് തോന്നി. പിന്നെ നല്ല കുഴഞ്ഞു പോകുന്നുണ്ട്. ഒരു സൈഡ് വേദനയുണ്ട്. ഹൈറ ഹൈറ ഹൈറബ്ബ. ഓ ശരിയായിരുന്നു. ആ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. താജ്മഹൽ എനക്കാ ഫ്ലൈറ്റിൽ വന്ന നന്ദവനം എനക്കാ. ഇപ്പം എതില് പോയാലും വലിയ ചുവന്ന വലകൾ കാണാം. ഏത് വീട്ടിൽ ചെന്നാലും എതില് പോയാലും കുറേ ചുവന്ന വലകൾ നെറ്റിട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, റംബൂട്ടാന് നെറ്റിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോട്ടാ, ആ റെഡ് കാണുന്നതും റംബൂട്ടാനെ നെറ്റിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പ ഉണ്ടാക്കാൻ പോവുകയാണേ. കപ്പയല്ല, ഇറച്ചി. അപ്പോൾ ആ ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടി കടുക് ഉലുവയും മേടിക്കാൻ വെച്ചു. സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്ര സവോള പോരെ ആ ഇറച്ചിക്ക്? 2 കിലോ അല്ലേ ഉള്ളൂ. ഇത് പോരെ? പിന്നെ അമ്മച്ചി ഇറച്ചി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മച്ചി ഇറച്ചി കഴുകിത്തരും. ഇതന്നെ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഗുളിക. ഇതെന്നാ ചേട്ടാ? ഇതാ മറ്റേ ചേട്ടൻ കൊണ്ട് തന്നല്ലേ. ഓക്കെ, മാലാലാഹ. അത് നോക്കിയിട്ടില്ല. അത് കരള് വേറെ അതിന് എന്നാ ചെയ്യണേ? ഇല്ലില്ല, തീ കുറയ്ക്കണ്ട. മീറ്റ് മസാല ഇട്ട് ഇറച്ചി തിരുമാവോ ചേട്ടാ? മീറ്റ് മസാല ഇട്ട് ഇറച്ചി തിരുമാവോ?
അയ്യോ ചേട്ടാ, ഒരെണ്ണം കണ്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ അമ്മച്ചി കപ്പ കൊത്തി നുറുക്കുകയാണ്. നമ്മൾ ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിനി വേവട്ടെ. ഇനി കപ്പ കൊത്തി നുറുക്കണം. എന്നാ ചേട്ടാ? വാവ്, ചേട്ടൻ നമ്മുടെ നേരെ നോക്കാൻ പോലും സമയമില്ല സുഹൃത്തുക്കളെ. ചേട്ടൻ ഭയങ്കരമായിട്ട് പറന്ന് നടക്കുക. പറന്ന് ചേട്ടനിങ്ങനെ പറന്ന് നടന്നാൽ ശരിയാവുമോ? എന്നാ ചേട്ടാ, ഞാൻ കപ്പ കൊത്തി കൊടുക്കുക ചേട്ടാ. ഇറച്ചി ആകുമ്പോഴത്തേക്ക് കപ്പപ്പുഴുക്ക് കൂടെ റെഡി ആവണം. വേണ്ടാത്തത് നമ്മൾ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ അമ്മച്ചിയെ കൊണ്ട് ഒരു കട വരെ പോകും. നമ്മൾ സാരി വാങ്ങാൻ സീമാസിൽ പോയിട്ട് സാരി വാങ്ങാം. അമ്മച്ചി കുറേ നാളായി സ്വന്തമായിട്ട് കടയിൽ പോയി തുണി എടുത്തിട്ട്. അപ്പം അമ്മച്ചിയുടെ ഇഷ്ടത്തിനെടുത്തിട്ട് കുറേ നാളായി. അമ്മച്ചിക്ക് നൈറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലും അമ്മച്ചിക്ക് ഇഷ്ടപ്പെടാറില്ല. എല്ലാം ഒന്നും അമ്മച്ചി ഇടാറില്ല. എനിക്കിഷ്ടമല്ലാത്തത് ഞാനിടൂല എന്നത്. ഞാനങ്ങനെയല്ല കേട്ടോ, ആരെന്നാന്നാലും എനിക്ക് കിട്ടാത്ത കുഴപ്പമേ ഉള്ളൂ. പക്ഷെ ആരും തരാനില്ല. എനിക്കങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല. എനിക്ക് എന്ത് കിട്ടിയാലും ഇടും ഞാൻ. അങ്ങനെ വല്ലാതൊന്നുമില്ല. അത് 100 എന്നാ ഞാൻ തിന്നാം. വേണോ? ഈ കപ്പ എല്ലാ കപ്പ പോലെ അല്ല. കുറച്ചാൾ കഴിഞ്ഞാൽ സ്വന്തം പറമ്പിലെ കപ്പ തിന്നാം. പിന്നെ കാശ് കൊടുത്ത് വാങ്ങണ്ട. ഞാനാ കപ്പ നട്ടെ. ഞാനും ജാൻസി ചേച്ചിയും കൂടെ തന്നെയാണ് നട്ടെ. കൂമ്പലിൽ അറിയോ? ആദ്യം വന്നതല്ല, അത് ഏറ്റവും മുത്തച്ചേട്ടൻ്റെ ഭാര്യയാണ്. രണ്ടാമത് ചേട്ടനും ചേച്ചിയും മേഴ്സി ചേച്ചിയും കൂടെ വന്ന് ഓർക്കുന്നുണ്ടോ? ഓളിയാൻ്റിയോട് മെല്ലിയതാ. ഓളിയാൻ്റിനെ അവിടെ രാജാവുന്ന ഞാനാ കപ്പ കൊത്തി നുറുക്കുക. അതെങ്ങനെ? ഞാൻ കപ്പ കൊത്തി നുറുക്കുവല്ലേ. ഞാൻ ജോലി ചെയ്യുവാണ് ചേട്ടാ, ഞാൻ വെറുതെ നിൽക്കുവല്ല. പിന്നെ ഇങ്ങനെ എപ്പോഴും പണി നിന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്നാ കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്ന പൂതാണോ? യെസ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു കപ്പ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടത് മുച്ചിങ്ങനെ എടുക്കുവോ? രണ്ടുപേരുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും. ഇപ്പം അമ്മച്ചി എനിക്ക് ഇറച്ചി കഴുകി തന്നു. ആ നേരം കൊണ്ട് ഞാൻ കടുക് പൊട്ടിച്ച് ഇങ്ങനെ വഴറ്റി. അപ്പം അമ്മച്ചി എനിക്ക് കപ്പ ഇങ്ങനെ തൊലി പൊളിച്ച് തരുമ്പോൾ ഞാനിങ്ങനെ കൊത്തി നുറുക്കും. അപ്പം പെട്ടെന്ന് പണി തീരും. മനസ്സിലായോ? ഞാൻ തന്നെ തൊലിയെല്ലാം പൊളിച്ച് കൊത്തി നുറുക്കി വരുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോവും. അപ്പം തിന്നാൻ വൈകും.
ചക്ക അരിയുമ്പോൾ ചക്ക തിന്നണം, കപ്പ അരിയുമ്പോൾ കപ്പ തിന്നണം. അവസാനം വേവുമ്പോഴത്തേക്കും തിന്നാനായിട്ട് വയറ്റിൽ സ്ഥലവും കാണില്ല. അമ്മച്ച പറഞ്ഞ നേരം ആരുണ്ട്. അപ്പം ഞങ്ങൾ കപ്പ കൊത്തി നുറുക്കി എല്ലാം റെഡി ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കപ്പയും വെന്തു, ഇറച്ചിയും വെന്തു. ചേട്ടൻ കപ്പ ഇളക്കുകയാണ്. പിന്നെ കരള് മുറുക്കി വേവിക്കണം. അത് കുക്കറിൽ ഒന്നിച്ച് വെച്ചാൽ പോരെ? ആ മറ്റേ കുക്കറില്. കരളിന് ഒത്തിരി വേവില്ലല്ലോ. കരളിന് ഒത്തിരി വേവില്ല. കരള് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. 4 വിസിൽ അടിച്ചാൽ മതി. ഇറച്ചി അപ്പം അമ്മച്ചിക്ക് കപ്പ ഇറച്ചിയും തിന്നാൻ കൊതി തോന്നി. നമ്മൾ കപ്പപ്പുഴുക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇറച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇച്ചിരി കരൾ വേവിക്കണം. നമുക്ക് ഇറച്ചി 3 കിലോയാ വാങ്ങണേ, 2 കിലോയാ തീർന്നായിരുന്നു. അപ്പം കിട്ടിയില്ല. അപ്പോൾ അതങ്ങനെ ഇപ്പം ആയി. ഈ കരൾ നുറുക്കാനുണ്ട്. ചോറ് വെള്ളം വെച്ചേക്കുക. ചോറായിട്ടില്ല. ചോറിന് അത് വെയിലത്തിട്ടാൽ മതിയായിരുന്നു. ആ എല്ലാടെ കയറ്റി വെച്ച എണ്ണത്തിനാ 1-2 വിറക് കത്തിയേനെ. ആണോ? ഊതി കത്തിക്കണം. ഞാൻ ഊതി മടുത്ത്. ഊതി കത്തിക്കണം. വെള്ളം തിളക്കട്ടെ. കുറച്ച് തുണികളൊക്കെ ആയിട്ടേക്ക് 3 മിനിറ്റിനുള്ളിൽ അതിപ്പോൾ തീരും. 3 മിനിറ്റ് ഇല്ല അല്ലേ? 3 മിനിറ്റ്. ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന കാണുന്ന നമ്മൾ. നമുക്കെന്നാ കഴിച്ചാലോ? കഴിച്ചാലോ? മൂവാറ്റുപുഴ ജില്ലയാക്കാൻ പോവാ? അപ്പം നമ്മളൊക്കെ മൂവാറ്റുപുഴ പോവോ ചേട്ടാ? വേണ്ട, എനിക്ക് മൂവാറ്റുപുഴ പോകണ്ട. എനിക്ക് ഇടുക്കി ജില്ലയായിട്ടിരുന്നാൽ മതി. മൂവാറ്റുപുഴ എറണാകുളം ഇടുക്കി ജില്ലകളുടെ ഭാഗങ്ങൾ ചേർത്ത് മൂവാറ്റുപുഴ ജില്ല. അപ്പോൾ തൊടുപുഴ മൂവാറ്റുപുഴ പോവോ? അത് മോശമായിപ്പോയി. നമ്മൾ ഇടുക്കിക്കാരെന്ന് പറഞ്ഞിരിക്കുന്ന മൂവാറ്റുപുഴ അപ്പം ജില്ലയായ അപ്പം എറണാകുളം ജില്ല പോവുമല്ലോ അല്ല ചേട്ടാ? അമ്മച്ചി കപ്പ എന്നാ വന്നില്ല? കപ്പ ഇറച്ചി വെന്തു. വാ. ഓ, ചേച്ചി വിശ്രമിക്കുവാണോ? പൂച്ച ചേച്ചി. ആൻസ, കപ്പ കഴിക്കാൻ വന്നില്ലേ? വാ. ആടാ ആൻസിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നുണ്ട്. ആൻസിൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ടീച്ചറിൻ്റെ കൊച്ചാണ്. ഭയങ്കര സംസാരമാണല്ലോ. ഇതാ അവന്മാരെ അറിയാതെ അവന്മാരെ വീഡിയോ പിടിക്കണ്ടേ? ഓ, ഇതെന്നതാന്ന്?
പുറകെ വന്നിരിക്കുകയാണ്. ഇപ്പൊ അമ്മച്ചിക്കിട്ട് ചവിട്ട് കൊടുത്തിട്ട് അമ്മച്ചി പറഞ്ഞു ഞാൻ അറിഞ്ഞോണ്ട് ചവിട്ടി തന്നെ. ആ ശിവയാ ആ ചെറിയ പിള്ളേർ എന്തോ നോക്കാനാ. അയ്യേ 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 ചമ്പുയേ. ഈ അമ്മച്ചി പറയും ഭംഗി ഞാൻ കണ്ടില്ല. ഇനി അവിടെ ഇരിക്കാൻ പോവാണോ കപ്പ എടുക്കാതെ? അമ്മച്ചി വേണമെങ്കിൽ തുറന്നെടുക്ക. ഓ മുമ്പ് ഈ അമ്മച്ചി പുറകെ നിന്നിട്ട് കൊടുത്തേനെ. അമ്മച്ചി പറഞ്ഞു ഞാൻ അറിഞ്ഞോണ്ട് ഞാൻ ചവിട്ടിന്ന്. അമ്മച്ചിക്ക് കപ്പയും ഇറച്ചിയും തിന്നാൻ കൊതിയാന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് കപ്പയും ഇറച്ചി അതിനകത്തേക്ക് ഇടല്ലേ. ആ കപ്പയുടെ 100 അത് മൊത്തം പിടിച്ചാൽ പിന്നെ പോകാൻ പാടാ. ആ എടാ ആ കുക്കറിങ് എടുത്തേടാ. ആ കുക്കർ എടുത്ത് അടിയിലേക്ക് വെച്ചാൽ പിന്നെ കഴുകി വെച്ചോളാം. നീ എടുക്ക ആ കുക്കറിങ് എടുക്കടാ ഇറക്ക. ഈ അടിയിലേക്ക് വെച്ചാലേ ഞാനത് പിന്നെ കഴുകിക്കോളാം. ഇപ്പം എനിക്ക് കഴുകാൻ വയ്യ. ഈ ചെറുക്കൻ എന്തോ നീ കാണിക്കണം. കാലയിലേക്ക് ചാടൂടാ. ചേട്ടൻ അവല് തിന്നുകയാണ്. അവൽ നനച്ചത്, അവൽ വിളയിച്ചതാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയത്. എന്നും അവലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നങ്ങനെ നനച്ചു കൊടുത്തു. കൊതി മാറിയോ? ഇവിടെ ഒരാൾക്ക് അവൽ നനച്ചത് തിന്നാൻ കൊതി, ഇവിടെ ഒരാൾക്ക് കപ്പയും ഇറച്ചിയും തിന്നാൻ കൊതി. നിനക്ക് എന്നാ തിന്നാൻ കൊതി? കരളാ? കരള് ഫ്രൈ ആണോ? കരള് വാങ്ങിയിട്ടുണ്ട്, വെച്ചില്ല, വെക്കണം. മോരോ? ഓ അതിൻ്റെ പേര് പറഞ്ഞെടുത്ത മോര് കുടിക്കാതെ നടക്കണേ. ഇത് ഇവിടെ കപ്പ ഇറച്ചി ഉണ്ടാക്കി വെച്ചിട്ട് തിന്നാതെ മോര് കുടിക്കണവര്, അവല് നനച്ച് തിന്നണവര്. അമ്മച്ചിക്ക് എടുക്കാൻ കഴിയില്ല. അമ്മച്ചിക്ക് കപ്പ തൊണ്ട് പൊളിക്കാമെങ്കിൽ അമ്മച്ചിക്ക് അത് വിളമ്പാൻ അറിഞ്ഞൂടെ? അമ്മച്ചിക്കല്ല അമ്മച്ചി എന്തോരം കഴിക്കുള്ളൂ എന്നറിയാവുള്ളൂ. അല്ലടാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പറയടാ. പിന്നെ ഞാനും രസം ഒരുമിച്ചാ വന്നേ. ആണോ? പുറമേ നല്ല ചൂട് പപ്സ് എടുത്ത് നിനക്ക് തിന്നാൻ തന്നാ? പുറമെ എവിടെയാന്ന് ഓർത്തുണ്ടോ? അപ്പുറം അവൻ്റെ വീടിൻ്റെ അവിടെ ഇല്ലേ? നീ അതിലാണോ വന്നത്? പിന്നെ എങ്ങനെയാ അവൻ അവിടെ നിന്ന് വലിയ ബോൾസൈക്കിള് തൊട്ടിച്ചോടെ മാറിക്കഴിഞ്ഞാൽ പുറമെയാ കണ്ടിട്ടില്ല. ആ അപ്പം അവൻ്റെ കൂടെ അവിടെ നോസിൽ തീറ്റയാണ് ഇവൻ്റെ പരിപാടി. അവൻ എടുത്തു തരാന്ന് പറഞ്ഞ ഇത് കേൾക്കുമല്ലോ. അവനവിടെ നിന്ന് ചൂട് പപ്സ് എടുത്തുകൊണ്ട് കൊടുത്തുന്ന് ഇവന്. എടാ ഈ ഈച്ചനാണ് ബോധം കെട്ട് കിടക്കുവാണ്. അപ്പം അമ്മച്ചി കപ്പ ഇറച്ചി തിന്നാന്നാണ് ആൾക്കാർക്ക് കാണേണ്ടത്. അതിനെ കാണിക്കണേ. അമ്മച്ചി തീറ്റ കഴിഞ്ഞല്ലേ? അമ്മച്ചി ഇതേ ചിരിച്ചോണ്ട് അമ്മച്ചി ഓടണം. എൻ്റെ സുഹൃത്തുക്കളെ അമ്മച്ചി ചാടി ഇറങ്ങി ഓടണം. അയ്യോ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഓടുന്നു. ആ എന്നാ അമ്മച്ചിക്ക് പറയാനുള്ളത്? അമ്മച്ചിക്ക് കപ്പ ഇറച്ചി തിന്നണമെന്ന് തോന്നി. കപ്പ ഇറച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതെല്ലാവരും സൂക്ഷിച്ചു നോക്കുക. അമ്മച്ചിയുടെ കപ്പ ഇറച്ചി പിന്നെ തിന്നണങ്ങളെ കണ്ടിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. ഇറച്ചി ഇറച്ചി കൂട്ടി തിന്നണം. അതാ അതിൻ്റേതായ രീതി. അതിൻ്റേതായ രീതിക്ക് വേണം തിന്നാൻ. ഒരു 2 കട കൂട്ടിയാ തിന്നണ്ടേ. അതെന്ത് സൗണ്ടാണ്? നിനക്ക് തന്നെ അടിയല്ല ജലദോഷം പിടിച്ചു. ഇതേ അവള് സൗണ്ട് മാറ്റി പറയണം. അപ്പം അതെ അമ്മച്ചി കപ്പ ഇറച്ചിയൊക്കെ തിന്നിട്ടുണ്ട്. അമ്മച്ചിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം പറയാനുണ്ടോ? താങ്ക്സ് പോലും ഇല്ലേ? അമ്മച്ചിക്ക് കപ്പ ഇറച്ചി തിന്നണം. ഞാൻ കപ്പ ഇറച്ചി ഉണ്ടാക്കിയിട്ട് അമ്മച്ചി എന്നാ എന്നോടൊന്നും മിണ്ടാത്ത? എന്നോട് അമ്മച്ചിക്ക് എന്നോട് സ്നേഹമുണ്ടോ? അമ്മച്ചിക്ക് എന്നോട് സ്നേഹമുണ്ടോ? അമ്മച്ചി ഓഹോ. അല്ല അമ്മച്ചിക്ക് എന്നെ ജനിച്ചപ്പോൾ മുതൽ സ്നേഹമുണ്ടോ? എന്തൊരു ചോദ്യം.
അമ്മച്ചി എന്നാ അമ്മച്ചി സ്നേഹമൊന്നും പ്രകടിപ്പിക്കൂലാത്ത? നീ എന്നെ പ്രകടിപ്പിക്കും. അമ്മച്ചിക്ക് എന്നെ കൊച്ച മോളെന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചാ എന്നാ? കൊഞ്ചിക്കാൻ നെല്ലിൽ നിൽക്കണ കൊച്ചു. ഓ ഓ ഓ ഓ അവരൊക്കെ ഒന്നായി എടുത്ത് തരട്ടാ? എന്നാ ഇനി ഞങ്ങളുടെ കപ്പ എടുക്കട്ടെ കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ കൂടി കഴിക്കാൻ പോവുക. ആൻസ് ആണെങ്കിൽ ഓസിന് പപ്സ് കഴിച്ചിട്ട് വന്നോണ്ട് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളും കഴിക്കട്ടെ. അപ്പം ഇനി വേറെ വീഡിയോയൊക്കെ ആയിട്ട് വരാം. അപ്പം നമ്മുടെ ചുമ്മാ ഇങ്ങനെ പറയണം കേട്ടോ, ഇഷ്ടമാണോ ഇഷ്ടമല്ലോ എന്നൊക്കെ ചോദിക്കുന്നതിന് അതെടുത്തിട്ട് പറയാനൊന്നും നിൽക്കണ്ട. പിന്നെ ഞാൻ തന്നെ ചോദിച്ച് എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ ഓരോന്ന് ചോദിച്ചിട്ട് ഈ ചേട്ടൻ്റെ വായിന്ന് അമ്മച്ചിയുടെ വായിന്നൊക്കെ ഓരോ വാക്കുകൾ ഉതിർത്തിയെടുക്കുന്നത്. അത് വെച്ചിട്ട് ആരും അളക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെയൊക്കെ അളക്കുന്നവരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാവുന്നു. ദേഷ്യപ്പെടുവാടോ, ഇതൊക്കെ വേണം, സ്നേഹം ഇല്ല, ഇതൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ അവിടെ ഇവിടെയൊക്കെ പറയാൻ നിൽക്കാൻ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാനങ്ങ് സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചങ്ങ് കയറും, അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരുവരേക്കും സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.